വെൽക്കം ടു ദ നോഷൻ സീരീസ്. ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് ആൻഡ് റോളപ്സിനെ കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡേറ്റാബേസിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് നമ്മൾ ഫോർമുല, റിലേഷൻസ് ആൻഡ് റോളപ്സ്, ഇതാണ് വളരെ മെയിൻ ക്രക്സ് ആയിട്ടുള്ളത്. അതിനെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തില്ല, ബിക്കോസ് അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോസ് ഉണ്ടാക്കേണ്ടി വരും, ബിക്കോസ് അത് കുറെ കൂടെ ലെങ്തി ടോപ്പിക്കാണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് റിലേഷൻഷിപ്സ് ആൻഡ് റോളപ്സ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങളിപ്പം സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ 2 ഡേറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ബുക്സ്, രണ്ടെന്ന് പറയുന്നത് ഒരു ഓതർ ഒരു ഡേറ്റാബേസ് ആണ്. നമുക്ക് ഡേറ്റാബേസ് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണമെങ്കിൽ ഈ ഹെഡിങ് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ ഡേറ്റാബേസ്, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ റീനെയിം ചെയ്യാം ബുക്സ് എന്ന് പറഞ്ഞിട്ട്. വ്യൂവിൽ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിലേഷൻഷിപ്സ് നോക്കണം. റിലേഷൻഷിപ്സ് നോക്കണമെങ്കിൽ ഈ ബുക്സ് എന്ന് പറയുന്നതിനെ ഈ ഓതറുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്ക് റോളപ്സ് കുറച്ചുകൂടെ ചെക്ക് ചെയ്യാം. അപ്പം എൻ്റെ ഓതേഴ്സ് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നത്, യു ഓൾറെഡി നോ ദാറ്റ് വി നീഡ് ടു സെലക്ട് റിലേഷൻഷിപ്പ് പ്രോപ്പർട്ടി. ഓക്കെ, ഞാൻ ഈ റിലേഷൻഷിപ്പ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് ഏതാണ് ഡേറ്റാബേസുമായിട്ടാണ് ഞാൻ ലിങ്ക് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഓതേഴ്സ് ഡേറ്റാബേസിനെ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓതേഴ്സ് ആണ്, ലിമിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഷോ ഓൺ ഓതേഴ്സ്, ഞാൻ ആ ഓതേഴ്സിന്റെ ഡേറ്റാബേസിലും കൂടി ഇതിനെ കണക്ട് ചെയ്യാം. സോ ആഡ് ബൈ വേ, 2 വേ ഡയറക്ഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റ് കൊണ്ട് കിട്ടും ഏതൊക്കെയാണെന്ന്. ഇപ്പം ഡീപ്പ് വർക്ക് ആണെങ്കിൽ ന്യൂ പോർട്ട് ആണ്, ഞാൻ സെലക്ട് ചെയ്തു. ദ സെയിം വേ ഞാനാണെങ്കിൽ എല്ലാം ഫിൽ ചെയ്ത് പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നമ്പർ ഓഫ് പേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു സ്റ്റാറ്റസും കൂടെ ആഡ് ചെയ്യുകയാണ്. അത്രത്തോളം കറൻ്റ്ലി നമ്മൾ ഫിനിഷ്ഡ് ആയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റേറ്റിംഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് 10. സോ ഈ ബുക്കിനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വൺസ് ഓതേഴ്സിനെ ഞാൻ ഇവിടെ കണക്ട് ചെയ്തപ്പോഴത്തേക്കും ഓതേഴ്സിന്റെ ടേബിളിൽ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ബുക്സ് ആയി കണക്റ്റഡ്. അത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, ഒരു 2 ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പഠിച്ചു. ദാറ്റ് ഈസ് കോൾഡ് റിലേഷൻഷിപ്പ്. സോ നമ്മളിപ്പം ഓതേഴ്സ് എന്ന ടേബിളിനെ ബുക്സ് എന്ന ടേബിളുമായിട്ട് കണക്ട് ചെയ്ത്, ടേബിളല്ല ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്ത്. ഇനി നമുക്ക് റോളപ്പ് നോക്കാം. റോളപ്പ് എന്ന് പറയുന്നത് വെൻ യു വോണ്ട് ടു ഗ്രാബ് സം പ്രോപ്പർട്ടീസ് ഓഫ് റിലേറ്റഡ് ഡേറ്റാബേസ്, ദെൻ യു നീഡ് ടു യൂസ് റോളപ്പ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഓതേഴ്സ് ടേബിൾ ബുക്സ് ആണ് കളക്ട് ചെയ്തത്. ഇനി ബുക്സിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഡേറ്റാസ് നമുക്ക് ഗ്രാബ് ചെയ്യണമെങ്കിൽ റോളപ്പ് ഉപയോഗിക്കാം. ഗ്രാബ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ വാല്യൂ കാണിക്കല്ല, അതിനെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ റോളപ്പ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. റോളപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ റിലേഷൻ ടേബിൾ കൊടുക്കണം. ബുക്സ് ആണ് റിലേഷൻ ടേബിൾ. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെയിം ഡേറ്റ് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബുക്ക് ടൈറ്റിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഷോ ഒറിജിനൽ എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതേ പ്രോപ്പർട്ടി തന്നെ ഇവിടെ കാണിക്കും. ഞാൻ ആ പ്രോപ്പർട്ടി മാറ്റിയിട്ട് ഏരിയാസ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്ക്, ഏരിയാസ് ഇവിടെ വന്നിട്ട് ഞാൻ ഇതൊന്ന് റാപ്പ് ചെയ്യാൻ ഡേറ്റ ടു സീ പ്രോപ്പർലി. റാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഡേറ്റ ടേബിളിലുള്ള ഏരിയാസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങളൊരു കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ ആർ കോവിയുടെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈം മാനേജ്മെന്റ് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ടിവിറ്റി 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വൈ സ്റ്റീഫൻ 2 തവണ ഉള്ളത്? 2 ബുക്സും സെയിം ഇതിനെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ നമുക്കിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് യുണീക്ക് വാല്യൂ മാത്രം മതി, അല്ലെങ്കിൽ ഈ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ക്ലട്ടർ ആയി പോകത്തില്ലേ. സോ അത് നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ നമ്മൾ അഗെയിൻ ഇവിടേക്ക് പോവുകയാണ്. ഞാനൊന്ന് പേര് മാറ്റിക്കോട്ടെ, ഏരിയ. ഓക്കെ, ഇവിടെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കാര്യം ഇവിടെ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഒറിജിനൽ തന്നെയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ്. സോ വിൽ ഗോ ടു കാൽക്കുലേഷൻ. കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ we'll get plenty of options: original, unique value, count value, such kind of thing. സോ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ യുണീക്ക് വാല്യൂ സെലക്ട് ചെയ്തു. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ളത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റീഫൻ പുള്ളിയുടെ ഇതിൽ ടൈം മാനേജ്മെൻറ്റും പ്രൊഡക്ടിവിറ്റിയും ഒരു തവണ വന്നിട്ടുള്ളൂ. യുണീക്ക് ആയിട്ടുള്ള വാല്യൂ അത് കാണിക്കുന്നുണ്ട്. അതാണ് ഒരു റോളപ്പിൻ്റെ ഒരു പ്രത്യേകത. അതായത് അതർ ഡേറ്റയിൽ നിന്നുള്ള അതർ റിലേറ്റഡ് ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റയും ഗ്രാബ് ചെയ്യുന്നുണ്ട്, അതിനൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ എക്സ്പെൻസ് ട്രാക്കർ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. സോ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ആവറേജ് റേറ്റിംഗ് എടുക്കാം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. റോളപ്പ് ആവറേജ് റേറ്റിംഗ്. സോ ആവറേജ് റേറ്റിംഗ് ആണെങ്കിൽ ഫസ്റ്റ് റിലേഷൻസ് ബുക്സ് ആണ് കൊടുക്കേണ്ടത്. ബുക്സ് കൊടുത്തു. ബുക്സ് ടൈറ്റിലല്ല നമുക്ക് വേണ്ടത് ആവറേജ് റേറ്റിംഗ്സിൽ, നമുക്ക് എന്താ വേണ്ടത്? റേറ്റിംഗ്സ് ആണ്. സോ റേറ്റിംഗ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ബുക്സുകൾ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ആക്ച്വലി
7 ഹാബിറ്റ്സും 8 ഹാബിറ്റ്, അങ്ങനെ 2 ബുക്കുകളുണ്ട്. അപ്പോൾ 2 ബുക്കിന്റെ റേറ്റിംഗ് ഒന്ന് 9 6 ആണ്. ഇവിടെ കോമ ഇട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ആവറേജ്. നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടി റേറ്റിംഗ് നമ്മൾ എടുത്തു, ബട്ട് ഷോ ഒറിജിനൽ ആയതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു രീതിയിൽ കാണിക്കും. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോ ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സം, ആവറേജ്, മീഡിയൻ, ഓൾ കൈൻഡ് ഓഫ് ജനറൽ സെറ്റപ്പ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ആവറേജ് ആണ്. ഐ ജസ്റ്റ് ചൂസ് ആവറേജ്. സോ നിങ്ങൾ ഇൻസ്റ്റന്റ്ലി നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ആയി. സി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും വെദർ ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി ഓർ നോട്ട്. ഇതിന് പകരം 6ന് പകരം ഒരു 7 കൊടുത്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഓവർ ഹിയർ. ഇനി നമ്പർ ഫോമാറ്റ് ആയതുകൊണ്ട് നമുക്ക് വ്യൂ ചെയ്യുന്ന രീതി നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ഐ അഗെയിൻ ക്ലിക്ക് എഡിറ്റ് ഫോമാറ്റ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്പർ, ബാർ, റിംഗ് ഉണ്ട്. ഐ പുട്ട് റിംഗ് ഓപ്ഷൻസ്. റിംഗ് ഓപ്ഷൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സംഭവം വന്നിട്ടുണ്ട്, പക്ഷേ സ്മോൾ ആണ് കാണിക്കുന്നത്. ഔട്ട് ഓഫ് 10 വന്നിരിക്കുന്നത്. സോ വാട്ട് ടു ഡു? നമ്മൾ താഴെ വരും. ഇവിടെ 100 ഡിവൈഡ് ബൈ 100 എന്നുള്ളത് ഔട്ട് ഓഫ് 10 ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് പ്രോപ്പർലി കമ്മിങ്. 8 കംപ്ലീറ്റ് ആവുന്നു, 7 ഒരു ആവറേജ് 8 സെയിം വേ. സോ ദിസ് ഈസ് ഹൗ റോളപ്സ് വർക്ക് ചെയ്യുന്നത്. ഇനിയും കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പെൻസ് ട്രാക്കർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് സെയിം വേ നമുക്ക് പേജ് നമ്പറിൻ്റെ ആവറേജ് വേണമെങ്കിലും ഇവിടെ എടുക്കാം, റേറ്റിംഗ് അല്ലാതെ. സോ ദ മെയിൻ തിങ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഡേറ്റ ഫസ്റ്റ് കണക്ട് ചെയ്യണം. ബിക്കോസ് ഇവിടെ നിങ്ങൾ റോളപ്പ് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻസിൽ ഇവിടെ ബുക്ക് മാത്രമേ വരുന്നുള്ളൂ. ശ്രദ്ധിച്ചേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റാബേസിൽ നമ്മൾ ബുക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇഫ് യു മൾട്ടിപ്പിൾ ഡേറ്റാബേസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ രീതിയിൽ ഇവിടെ വരികയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ക്രക്സ് എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പും റോളപ്പും ആണ് നമുക്ക് ഈ നോഷനെ നമുക്കിത് ഒരു വെറൈറ്റി ആക്കുന്നത്. നമുക്ക് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം വിത്ത് കണക്റ്റിംഗ് ഡിഫറെൻറ്റ് ഡേറ്റാബേസും. ഇപ്പം ടാസ്ക് മാനേജ്മെൻറ്റ് തന്നെ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ക്ലിക്കപ്പിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടാസ്ക് മാനേജ്മെൻറ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. ഒരേ ഫിനാൻസ് എക്സ്പെൻസ് ട്രാക്കർ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, ഹാബിറ്റ് ട്രാക്കർ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ബിക്കോസ് 3 കാര്യങ്ങൾ റിലേഷൻഷിപ്പ് റോളപ്പ് ഉപയോഗിച്ചിട്ട് പല ഡേറ്റാസ് അങ്ങോട്ട് വെക്കാം. പിന്നെ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് ഡേറ്റ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഫോർമുലാസിനുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.